So starting from protection function. So what is protection? Protection is nothing but simply transforming the input into output. നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല. നിലവിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അത് ജസ്റ്റ് നമ്മുടെ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് ക്രിയേഷൻ ഓർ അഡീഷൻ ഓഫ് വാല്യൂ, വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ. ഓക്കെ, ബൈ റെൻഡറിങ് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടിംഗ്, ഫൈനാൻസിങ്, മാർക്കറ്റിംഗ് എക്സെട്ര. സോ ഇതൊക്കെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ഔട്ട്പുട്ടിന് അതിൻ്റെ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ വാല്യൂ ക്രിയേഷൻ എന്നുള്ള ഒരു പാർട്ടൊക്കെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ കീഴിലാണ് വരുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, ദ ഫങ്ഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് എന്ത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നതിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് ക്യൂ ഇസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എ ബി സി ഡി. ഓക്കെ, ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻപുട്ടുകളാണ്. നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റീസ് ഔട്ട്പുട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എ ബി സി ഡി എന്ന് പറയുന്ന 4 ഇൻപുട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ക്വാണ്ടിറ്റിയും കൂടെ വരും. സോ എ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ചിലപ്പോൾ ഒരു 10 കിലോഗ്രാം ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 കിലോഗ്രാം ക്യൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള എത്ര എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വേണം, എത്ര ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വേണം, എത്ര സി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വേണം, എത്ര ഡി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വേണം. ഇതൊക്കെ കാണിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. Then production function is a purely technical relation which connects factor inputs and output. ജസ്റ്റ് ഒരു ഇക്വേഷണൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് എന്ത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. And it describes the law of proportion, that is the transformation of factor inputs into products or output at any particular time period. Law of proportion ആണ് ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ കാണിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ ഫാക്ടർ ഇൻപുട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ടാക്കി അത് ട്രാൻസ്ഫോം ചെയ്യുക, അതിനെ മാറ്റുക. ഇത് മാത്രമാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ നമുക്ക് കാണിച്ച് തരുന്നത്. ഓക്കെ, സോ ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഓഫ് ഫോം ക്യാൻ ബി സ്റ്റഡീഡ് ബൈ ഹോൾഡിംഗ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് സം ഫാക്ടേഴ്സ് ഫിക്സ്ഡ് while varying the amount of other factors. It is called short run production function. സോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എ ബി സി ഡി എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഇൻപുട്ടുകളുണ്ട്. ചിലപ്പം ഇതിൽ ബി അല്ലെങ്കിൽ സി ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ട് ചിലപ്പോൾ എന്താവും, കോൺസ്റ്റൻ്റ് ആവും, ബാക്കിയുള്ളതൊക്കെ വാരിയബിൾ ആവും. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, ബാക്കിയുള്ള ഇൻപുട്സൊക്കെ വാരിയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫങ്ഷനാണ് എന്ത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. In a short run production function, at least one factor or input is fixed. Minimum നമ്മൾ നേരത്തെ പറഞ്ഞ എ ബി സി ഡി എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഇതിൽ മിനിമം ഒരു ഫാക്ടറെങ്കിലും എന്തായിരിക്കും, ചിലപ്പോൾ എ ആയിരിക്കാം, ചിലപ്പോൾ ബി ആയിരിക്കാം, ചിലപ്പോൾ സി ആയിരിക്കാം, ചിലപ്പോൾ ഡി ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആവും. ഈ രീതിയിലാണ് എന്ത് കാണുന്നത്, നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. Then short run production function is subject to law of diminishing returns, which is known as the law of variable proportions. അല്ലേ, ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ പറയാറാണ് എന്ത് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്ട് ടു ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിനനുസരിച്ചാണ് എന്ത് വരുന്നത്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് വരുന്നത്. ദ ടൈം പീരിയഡ് വെൻ ഓൾ ഫാക്ടേഴ്സ് ആർ വാരിയബിൾ ആർ കോൾഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ. സോ എല്ലാ ഫാക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടുകളും വാരിയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് പോലും ഫിക്സ്ഡ് അല്ലാത്ത ഒരു പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് എന്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ബിഹേവിയർ ഓഫ് എ പ്രൊഡക്ഷൻ വെൻ ഓൾ ഫാക്ടേഴ്സ് ആർ വാരിയഡ് പ്രൊപ്പോർഷണലി ഈസ് ഡിസ്കസിങ് അണ്ടർ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ എക്സാമ്പിൾ ആണ് എന്ത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. Then production function with one variable factor, ഒരൊറ്റ വാരിയബിൾ ഫാക്ടറോട് കൂടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഫങ്ഷൻ. സോ ക്വാണ്ടിറ്റീസ് ഓഫ് സൺ ഇൻപുട്സ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതെങ്കിലും ഒരു ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും, നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി വെച്ചിരിക്കുകയാണ്. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വൺ ഇൻപുട്ട് ഓഫ് വാരിഡ്, അതായത് ഒരു ഇൻപുട്ട് ഫിക്സ്ഡും ഒരു ഇൻപുട്ട് വാരിയബിളും. ഓക്കെ, അതായത് ഒരു ഇൻപുട്ടെങ്കിലും ഫിക്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇറ്റ് വിൽ ബി എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ.
സോ ക്യൂ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതിൽ കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. കെക്ക് മുകളിലൊരു നമ്മളൊരു കോൺസ്റ്റൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്പുട്ട്. ക്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, എൽ ലേബർ ആണ്, ആൻഡ് കെ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. Then there are three concepts regarding physical production of a factors. അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എന്ത്? ടി പി, എ പി ആൻഡ് എം പി. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ദെൻ നമുക്കിതിൽ ഓരോന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തത് ടോട്ടൽ പ്രോഡക്റ്റ്. TP of a variable factor is the amount of total output produced by a given quantity of the variable factor, keeping the quantity of other factors such as a capital is fixed. So ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലും ലേബറും, അതിൽ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്. ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലും വാരിയബിൾ ആയിട്ടുള്ള ലേബറും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടാണ് എന്ത്? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. As the amount of the variable increases, the total output increases. അതായത് വാരിയബിൾ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവും? കൂടും. But the rate of increase in the total output varies at different levels of employment of the variable factor. സോ നമ്മൾ ലേബറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവും? വാരിയബിൾ ഫാക്ടർ ആയിട്ടുള്ള ലേബറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ലേബറിനെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ലേബറിനെ കൂട്ടി, ആദ്യം ടോട്ടൽ 5 ലേബേഴ്സ് ആയിരുന്നു, അത് 10 ആക്കി, അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടി. പിന്നീട് അത് 15 ലേബറാക്കി, അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടി. ദെൻ പിന്നീട് അത് 20 ലേബറാക്കി, അഗെയിൻ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടി. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് ലേബറിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച്, അതായത് വാരിയബിൾ ഫാക്ടറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താവും? ടോട്ടൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷേ ഓരോ സ്റ്റേജിലും ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്ന ആ ഒരു തോത്, അതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഓരോ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് ദ വാരിയബിൾ ഫാക്ടറിലും ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. Any change in the magnitude of the fixed factor capital will cause a shift in the total physical product of the variable factor labor. അതായത് ഫിക്സ്ഡ് ഫാക്ടർ കൂട്ടിക്കഴിഞ്ഞാലും എന്ത് കൂടും? will cause a shift in the total physical product of the variable factor. ലേബറിൻ്റെ ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റും എന്താവും? അതിലും കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ടി പിയുടെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടി പി ഈസ് ആക്ച്വലി ഇൻക്രീസിങ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു വാരിയബിൾ ഫാക്ടർ L1 ലേബേഴ്സ് ഉപയോഗിച്ചപ്പോൾ ക്യൂ എന്ന് പറയുന്ന ടോട്ടൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് അത്ര ആയിരുന്നു. ദെൻ L2ലേക്ക് എത്തിയപ്പോൾ എന്തായി? Q2 ആയി, ഔട്ട്പുട്ട് കൂടി. ദെൻ L3 എമൗണ്ട് ഓഫ് ലേബർ ആയപ്പോൾ Q3 ആയിട്ട് ലേബറിൻ്റെ അളവ് കൂടി, ഔട്ട്പുട്ടിൻ്റെ അളവ് കൂടി. ഓക്കെ, സോ ഇത് ഓരോ ഏരിയയിലും നമുക്കറിയാം L2 വരെ, അതായത് Q2 വരെ അല്ലേ ഔട്ട്പുട്ട്, അത്രയും വരെ ലേബർ നമ്മൾ കൂട്ടുമ്പോൾ ടി പി ഈസ് ആക്ച്വലി ഇൻക്രീസിങ്, ബട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് അല്ലേ. എങ്ങനെയാണ് പറയാറ്? ഇനി L2ൽ നിന്ന് L3ലെത്തിയപ്പോഴോ അവിടെയും എന്താണ്? ടോട്ടൽ ഔട്ട്പുട്ട് കൂടുന്നുണ്ട് അല്ലേ. Q2 നിന്ന് Q3 എത്തിയപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഇൻക്രീസിങ്, ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ ലേബർ Q3 വരെ നമ്മൾ എന്ത് ചെയ്താണ്? ലേബറിൻ്റെ അളവ് കൂട്ടി. ഓക്കെ, ടി പി കണ്ടിന്യൂസ് ആയിട്ട് കൂടാൻ തുടങ്ങി. ഓക്കെ, ഇനി L3 എന്നുള്ള ലേബറിൻ്റെ ക്വാണ്ടിറ്റി, അത്രയും ലേബറിന് അപ്പുറം നമ്മളൊരു ലേബറിനെ കൂടെ നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്താവും? കുറയാനാണ് പോകുന്നത്, ഫാളിങ്ങിലേക്കാണ് പോകുന്നത് അല്ലേ. ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ ബി ഡിക്രീസിങ്. ഓക്കെ, നൗ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ഓഫ് എ വാരിയബിൾ ഫാക്ടർ ഈസ് എ ടോട്ടൽ പ്രൊഡക്റ്റ്, ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദി എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ് വിത്ത് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, ദ ഫിക്സ്ഡ് ഫാക്ടർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ കമോഡിറ്റി. സോ ക്യാപിറ്റൽ നമ്മൾ ഫിക്സ്ഡ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ്, ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് ലേബർ, അതായത് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു Q ടോട്ടൽ ഔട്ട്പുട്ട് ആണ് ഡിവൈഡഡ് ബൈ L നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ലേബർ എംപ്ലോയിഡ്. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആവറേജ് പ്രൊഡക്റ്റ്.
Then marginal product, addition to total product when we produce an additional unit, use an additional unit of labor. ഒരു യൂണിറ്റ് ലാബറും കൂടെ നമ്മൾ അഡീഷണൽ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്ന മാറ്റമാണ് ഇത് കാണിക്കുന്നത്. എന്ത് കാണിക്കുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലാബർ. ഇതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. സോ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഈ മൂന്ന് കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. നൗ മൂവിങ് ടു ദി ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് എൻ ഇൻപുട്ട്. ഒരു ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി. എന്താ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ? The output elasticity of a variable input is the percentage change in output divided by percentage change in the quantity of variable input used when other factors such as capital remain the same. ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ വന്ന പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാരിയബിൾ ഇൻപുട്ട്. ഇവിടെ വാരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ലാബറാണ് അല്ലേ. സോ ലാബറിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച്, ഔട്ട്പുട്ടിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചും ലാബറിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചും ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ നമ്മൾ നേരത്തെ കൊടുത്ത ഈ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഏത് ഇക്വേഷൻ? ഈ ഒരു EL ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലാബർ. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ നേരത്തെ കൊടുത്ത നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. It is equal to delta Q divided by Q into L divided by delta L. ഇങ്ങനെ നമുക്ക് ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ആണ്. ഓക്കെ, ആൻഡ് ക്യൂ ബൈ എല്ലോ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലാബേഴ്സ് യൂസ്ഡ്. അതാണ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ. സോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബറും ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബറും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് എന്ത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ടു ഇറ്റ്സ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ. Then if elasticity of production of a variable input being less than 1 indicates diminishing returns to the factor. സോ ഇങ്ങനെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലാബർ ഡിവൈഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലാബർ കിട്ടുന്ന ആ ഒരു വാല്യൂ, അതാണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ദി ഫാക്ടർ ആണ്. ഓക്കെ, ഇനി ഈ പ്രൊഡക്ഷൻ ഇലാസ്റ്റിസിറ്റി 0 ആണ് എന്നുണ്ടെങ്കിലോ output does not change at all when there is a given percentage change in the variable input used in the production process. നമ്മുടെ അഡീഷണലി യൂസ് ചെയ്യുന്ന, അതായത് ലാബർ കൂട്ടിക്കഴിഞ്ഞാലും ഔട്ട്പുട്ട് എന്താവില്ല, ചേഞ്ചസ് വരില്ല. അതാണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ 0 ആണ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ലാബറിൻ്റെ എണ്ണം കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഔട്ട്പുട്ട് കൂട്ടാൻ കഴിയില്ല എന്നതാണ് പ്രൊഡക്ഷൻ. ഈ ഒരു ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ ഇഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിലോ means output of the commodity decreases as a result of a given percentage increase in the variable input. ഔട്ട്പുട്ട് എന്താവും? കൂടും. അതായത് ഔട്ട്പുട്ട് കുറയും. ലാബറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി എന്നത് വിചാരിച്ചിട്ട് ഔട്ട്പുട്ട് കൂടുന്നില്ല, ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then we can obtain the value of variable input labor that maximizes output Q by setting marginal product equation of the variable input equal to 0. നമുക്ക് ഔട്ട്പുട്ട് വാരിയബിൾ ഇൻപുട്ട് ലാബർ ദാറ്റ് മാക്സിമൈസസ് ഔട്ട്പുട്ട്, നമ്മൾ എത്ര യൂണിറ്റ് ലാബറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ടൊക്കെ ടോപ്പ് ലെവലിലേക്ക് എത്തുന്നത് എത്ര യൂണിറ്റ് ലാബർ ഉപയോഗിച്ചാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി,
ബൈ സെറ്റിംഗ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഇക്വേഷൻ ഓഫ് ദ വാരിയബിൾ ഇൻപുട്ട് ഈക്വൽ ടു 0. നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും അല്ലേ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ആ ഇക്വേഷനെ നമ്മൾ 0ക്ക് സെറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ലേബറിൻ്റെ അളവാണ് എന്ത്, മാക്സിമം ഔട്ട്പുട്ട്. അതായത് എത്ര യൂണിറ്റ് ലേബറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഔട്ട്പുട്ട് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, എല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ലേബറിൻ്റെ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിന്. ഓക്കെ, ആൻഡ് ഓൾസോ വി ക്യാൻ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് എൽ അറ്റ് വിച്ച് എ പി ഈസ് മാക്സിമം. നമ്മൾ നേരത്തെ പറഞ്ഞത് വാല്യൂ ഓഫ് വാരിയബിൾ ഇൻപുട്ടിലെ ഔട്ട്പുട്ട് മാക്സിമം ആകുമ്പോഴാണ്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമം എത്തേണ്ട ലേബറിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എ പി ഈക്വൽ ടു 0 ചെയ്യുക. ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യാം, 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമൈസ് ചെയ്യുന്ന ലേബറിൻ്റെ അളവ്. ഓക്കെ, സോ ടോട്ടൽ ഔട്ട്പുട്ടും ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമൈസ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് രണ്ടും മാക്സിമൈസ് ചെയ്യുന്ന ലേബറിൻ്റെ അളവ് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.